ഇത് ഈ സംഭവം നമ്മൾ ഈ നിലയിൽ ചർച്ച ചെയ്തത് ഒരുപാട് പേർ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ധൈര്യപൂർവ്വം തങ്ങൾക്ക് നീതി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അവരെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് ഞങ്ങളുടെ ആശങ്ക. എനിക്കിപ്പോൾ മറ്റൊരു പരാതിക്കാരി കൂടി ചേരുകയാണ്. ഇത് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആശങ്ക തോന്നുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ വ്യക്തമായും ശക്തമായും ഇത്രയും വലിയ ആളുകൾക്കെതിരെ മുന്നോട്ട് വന്ന് സധൈര്യം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പെട്ടെന്ന് ഇറക്കുവാണ്. അത് ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഒരു പരാതി ഇപ്പൊ കേട്ടതെന്ന് മനസ്സിലായത് അവർക്ക് തോന്നുന്നത് അവർ നിരപരാധിയാണെന്നും അത് പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല എന്നും. കാരണം പോക്സോ ആണെങ്കിൽ എത്ര സ്പീഡായിട്ട് 24 മണിക്കൂറിനടുത്ത് ആക്ഷൻ എടുക്കേണ്ട ഒരു ക്രൈം ആ സ്ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ വേണം. ഇപ്പൊ തന്നെ നമ്മൾ അത് കേട്ടിട്ട് 2-3 മാസം കഴിഞ്ഞു. അപ്പൊ ഇതുവരെ ആ അന്വേഷണം കറക്റ്റായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു പരാതി. അതുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് ഇതുവരെ കൊടുത്ത കാര്യങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തിട്ട് ആളന്ന് പിന്മാറുന്നു എന്നാണ്. അത് തീർച്ചയായിട്ടും ക്രെഡിബിലിറ്റി എന്നുള്ളതല്ല. ഒരു സ്ത്രീ മാനസികമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്. കാരണം ഇപ്പം ഞാൻ തന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ വന്ന് നമ്മൾ പൊതുസമൂഹത്തിൽ പറഞ്ഞപ്പോൾ വ്യാജന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം, വ്യാജന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും വ്യാജന്മാരായിട്ടുള്ളവരും, അതായത് മനസ്സിൽ ഒരു ശകലം പോലും സ്ത്രീയെ ബഹുമാനിക്കാത്ത അങ്ങേയറ്റ സ്ത്രീയെ ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം ഞാനൊരു വ്യാജ ഡോക്ടറേറ്റുകാരിയാണെന്ന് വരെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയ ആൾക്കാരാണ്. ISRO മുൻ ചെയർമാൻ ഒരു ഇനിഷ്യൽ ജി മാധവൻ എന്നുള്ളത് O മാധവൻ എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യലിന്റെ ഇതിൽ മാധവൻ സാർ അടക്കം മേടിച്ചിട്ടുള്ള അദ്ദേഹമാണ് സാമൂഹ്യ പ്രവർത്തകർ. അല്ല, വ്യക്തിപരമായി ഇൻസൾട്ട് ചെയ്യുന്ന വ്യാജന്മാരുണ്ടെന്ന് ഞാൻ പറയാം. അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്താണ് ഒരു പേടി തോന്നും. സാധാരണ പെൺകുട്ടികൾ വിചാരിക്കും അയ്യോ എന്നെ ഇനി ഇങ്ങനെ പറയൂ അങ്ങനെ പറയാം. നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരക്കാര് പൈസ വാങ്ങിയിട്ട് വന്ന് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ പറയാൻ വന്നത് സ്ത്രീകൾക്ക് സിനിമയിൽ ഫുൾ സെക്യൂരിറ്റിയാണ്. ഇപ്പൊ ഈ വന്ന് പറഞ്ഞ സ്ത്രീകളെല്ലാം ഒരു ദിവസം സ്വപ്നം കണ്ട് എണീറ്റപ്പോൾ വന്ന് മോശമായിട്ട് ഓരോ ആളുകളെ പേര് ഇന്ന നേരം വിളിക്കുമ്പോൾ ഇന്ന ആളെ പറയണം, എനിക്കങ്ങ് വലിയ സ്റ്റാർ ആവണം, എന്നെ ആരും ചാനലിലൊന്നും വിളിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു സീറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് വലിയ ആളാവാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ചിലവർ ധരിക്കുന്നത്. അത് എത്ര മോശമായിട്ടുള്ള ഒരു അധപ്പതനമാണ്. ഇതിനകത്ത് മോശമായിട്ടുള്ള ആളുകളെ തന്നെ ഒരു കാര്യമാണ്. ഒരിക്കലും താങ്കളുടെ ക്രെഡിബിലിറ്റിയും ഇതുപോലെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആരോപണം ഉന്നയിക്കുന്നു, ഒരിക്കൽ പേര് പറയുന്നു, പിന്നെ മാറ്റി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് താങ്കളുടെ ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് അതെന്താന്ന് വെച്ചാൽ ഈ സിനിമ ഇൻഡസ്ട്രി ഫുള്ള് കുഴപ്പമില്ല, എല്ലാം സുതാര്യമാണെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അങ്ങനെ അല്ലല്ലോ, നമുക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് തുറന്ന് പറഞ്ഞത്. അപ്പോഴേ ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പേര് പറയാൻ പറ്റിയില്ല. അത് സംഭവം ഉള്ളതായതുകൊണ്ട് അത് പറയണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നീട് വന്ന ചർച്ചകളിലാണ് അതെല്ലാം മാധ്യമങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെ തന്നെ ഇവര് വന്നു അല്ലാന്ന് പറഞ്ഞു. അത് ഒരു ചാനലിൽ വന്ന് സംസാരിച്ചപ്പോൾ, ഒരു ഓൺലൈൻ ചാനലാണ്, അവരോട് ഞാൻ പറഞ്ഞു ഇന്ന ആളുടെ പേരാണോ എന്ന് ചോദിക്കരുത്. കാരണം എനിക്ക് ആ സമയം വരെ പേര് പറയണമെന്നില്ല. കാരണം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെ നെഗറ്റീവാക്കി നമ്മൾ പറഞ്ഞതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഇന്ന ആളാണോ അല്ല എന്ന് പറയുന്നത്. പിറ്റൊന്ന് നേരം വെളുത്തപ്പോൾ എന്നോട് ചോദിക്കാതെ പ്രമുഖ മാധ്യമങ്ങൾ അടക്കം ഇന്ന ആളാണോ അല്ല എന്ന് ഇന്ന ആള് പറഞ്ഞു എന്നുള്ള പേരിൽ ഹെഡിങ് പോയി. അവിടെ നമ്മളെയാണ് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾ താങ്കളെ അഫക്ട് ചെയ്യില്ല, താങ്കൾ മുന്നോട്ട് തന്നെ അല്ലേ? അതെ, ഞാൻ എന്തായാലും നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഇപ്പൊ നമുക്കറിയാം ഒരാൾ സുപ്രീം കോടതി പോയി ജാമ്യം എടുത്തിട്ട് വന്നു. ഇതിലൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ള നമുക്കറിയാം. നാളെ നമ്മൾ കൊടുത്ത ആളിനെ പിടിച്ച് ജയിലിൽ ഇടുമെന്നുള്ള യാതൊരു ബോധവും നമുക്കില്ല. നമ്മൾ കൊടുത്ത സാധനത്തിൽ ഉറച്ചു നിൽക്കുന്നു, അത് പോലീസ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതൊന്ന് പിന്മാറ്റം.